എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 8ൻ്റെ മുന്നോടിയായിട്ടുള്ള അഗ്നിപരീക്ഷ കോമണേഴ്സിനെ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു ഓഡിഷൻ, അത് അഗ്നിപരീക്ഷ എന്നുള്ള പേരിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെ 12ാമത്തെ എപ്പിസോഡാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ വന്നത്. അതിന് മുൻപായിട്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു വലിയ ഓണം ആശംസിക്കുകയാണ്. ഹാപ്പി ഓണം, എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ പോയി. പക്ഷേ അവസാനം, അതായത് നാളത്തെ എപ്പിസോഡിൻ്റെ ഒരു ടുമാറോ ഭാഗം കാണിക്കുമല്ലോ, അവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഇന്നത്തെ എപ്പിസോഡിനകത്തും ചെറിയ പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ കളിച്ചിരി തമാശകളിലൂടെ പോയി. ടാസ്ക് ആണെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത ടാസ്കുകൾ, കുറച്ച് ഫിസിക്കലി ട്രൈ ചെയ്യേണ്ട ടാസ്കുകളായിരുന്നു. അങ്ങനെ ഉള്ളൊരു എപ്പിസോഡായിരുന്നു ഇന്ന് കഴിഞ്ഞ് പോയത്. അപ്പോൾ നമുക്ക് എപ്പിസോഡിലേക്ക് പോകാം. ഇന്ന് ഓണമാണ്. ഓണം പ്രമാണിച്ചുള്ള അത്തപ്പൂക്കളം ഇട്ടുകൊണ്ടാണ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റനീഷയും കണ്ടസ്റ്റൻസും അത്തപ്പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുന്നു. ഒപ്പം ഒരു പാട്ടൊക്കെ പാടിക്കൊണ്ട് എപ്പിസോഡ് ആരംഭിക്കുന്നു. പാട്ടേതാ? തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാളി പെണ്ണിൻ വരി എനിക്കറിയത്തില്ല, അതുകൊണ്ട് അത്രയും നിർത്താം. അപ്പോൾ ആ പാട്ടാണ് കേട്ടത്. അതിനുശേഷം റനീഷയുടെ ഒരു ഓണം വിഷ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഓണം വിഷ് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ്സ് കാണിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിച്ച കാര്യങ്ങളെന്ന് പറയുന്നത് വേറൊന്നുമല്ല, മത്സരങ്ങൾ എന്ന് പറയുന്നത് അതിഗംഭീരമായ മത്സരങ്ങൾ. സുന്ദരിക്ക് പൊട്ടുതൊടൽ, അതിൻ്റെ പേര് മാറുന്നുണ്ട്, ഞാൻ വഴിയെ പറയാം. പിന്നെ വള്ളംകളി, അത് കഴിഞ്ഞിട്ട് വടംവലി. ഇതാണ് മെയിനായിട്ടുള്ള മത്സരങ്ങൾ. അത് കഴിഞ്ഞിട്ട് കണ്ടസ്റ്റൻസും റനീഷും കൂടി ചേർന്ന് ഓണം വിഷ് ചെയ്യുന്നു എല്ലാവർക്കും വേണ്ടി. കണ്ടസ്റ്റൻസ് ആയിക്കോട്ടെ, ജഡ്ജസ് ആയിക്കോട്ടെ, റനീഷ ആയിക്കോട്ടെ, ഇവരൊക്കെ ഇന്നത്തെ ദിവസം കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു. നല്ല രസമുള്ള കോസ്റ്റ്യൂംസ് ഒക്കെ ആയിട്ടാണ് അവർ ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്തത്. പിന്നെ ജഡ്ജസിനെ വിളിക്കുന്നു. ജഡ്ജസ് മനോഹരന്മാരായിട്ട് വേദിയിലേക്ക് കടന്നു വരുന്നു. അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അഖിൽമാരാരുടെ കോസ്റ്റ്യൂം തന്നെയാണ്. നമ്മൾ മലയാളി തനിമ തോന്നിയത് അഖിൽമാരാരുടെ കോസ്റ്റ്യൂമാണ്. രഞ്ജിനി ഹരിദാസ് ആണെങ്കിൽ ഒരു ക്രീം കളർ ഒരു ഡ്രസ്സായിരുന്നു. അത് കഴിഞ്ഞിട്ട് ജഡ്ജസിൻ്റെ ഓണം ഓർമ്മകൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അഖിൽമാരാറിൻ്റെ കുട്ടിക്കാലത്തെ ഓണത്തെക്കുറിച്ചൊക്കെയാണ് സംസാരിച്ചത്. രഞ്ജിനി ഹരിദാസിൻ്റെ കുട്ടിക്കാലത്തെ ഓണത്തെക്കുറിച്ച് സംസാരിച്ചു. പക്ഷേ അക്കൂട്ടത്തിൽ അവർക്ക് അങ്ങനെ ഓണം ആഘോഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വീട്ടിൽ വർഷാവർഷങ്ങളിൽ തിരുവോണത്തിൻ്റെ അന്ന് പൂക്കളം ഇടുകയും ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് സദ്യ ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. റിയാസിൻ്റെ ഓണം ഓർമ്മകളെ കുറിച്ച് പറഞ്ഞത് നാട്ടിൻപുറത്താണ് ആളുടെ വീട്. സോ അവിടെ ഈ പൂ പറിക്കാൻ പോകുന്ന കാര്യങ്ങളും അതൊക്കെക്കുറിച്ചാണ് റിയാസ് പറഞ്ഞത്. പിന്നെ മത്സരാർത്ഥികളുടെ ഓരോരുത്തരുടെയും ഓണം വിഷയമാണ് പറഞ്ഞത്. ആദ്യം സംസാരിച്ചത് രാകേഷ് ആയിരുന്നു. രാകേഷ് പറഞ്ഞത് പ്രോഗ്രാം സ്ഥലത്തുണ്ടായ ഒരു ഓണം സമയത്ത് പ്രോഗ്രാം സ്ഥലത്തുണ്ടായ മറക്കാനാവാത്തൊരു ഓണത്തെക്കുറിച്ചായിരുന്നു രാകേഷ് സംസാരിച്ചത്. പിന്നെ സോന എബ്രോഡ് പോയ സമയത്തുള്ള ഓണം ഓർമ്മകളായിരുന്നു. ഏതോ 2 സ്ഥലം, ഒന്ന് പോളണ്ടാണ്, പിന്നെ മറ്റേ സ്ഥലം എനിക്ക് അത്ര ഓർമ്മയില്ല എന്താണ് പറഞ്ഞതെന്ന്. അപ്പോൾ ആ 2 സ്ഥലങ്ങളിൽ പോയ സമയത്ത് അവിടെ മലയാളി തനിമയോടെ ഉള്ള ആൾക്കാർ ഓണം ആഘോഷിക്കുന്ന ഒരു ഓർമ്മയാണ് സോന പറഞ്ഞത്. പിന്നെ എൽദോ സംസാരിച്ചപ്പോൾ എൽദോയുടെ ഗ്രാമത്തെക്കുറിച്ചാണ് കൂടുതൽ ഹൈലൈറ്റ് ചെയ്തത്. ഗ്രാമത്തിലെ ഓണ ഓർമ്മകൾ, ഈ പൂ പറിക്കാൻ പോകുന്നതും അത്തമിടുന്നതും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അവരെല്ലാവരും ഇപ്പം വിദേശ രാജ്യങ്ങളിൽ സെറ്റിലായി എന്ന് പറയുന്നു. അവിടെയുള്ള ആൾക്കാരെല്ലാവരും, ഓൾമോസ്റ്റ് പഴയ ആൾക്കാരെല്ലാവരും പുറത്തൊക്കെ സെറ്റിലായി എന്ന് പറയുന്നു. എന്നാലും അവരുടെ നാട് എന്ന് പറയുന്നത് അവർക്കൊരു അഭിമാനമാണ് എന്ന രീതിയിലാണ് എൽദോ സംസാരിച്ചത്. പിന്നെ ഒരു 2-3 മിനിറ്റ് റനീഷയുടെ ഒരു വെറുപ്പിക്കലുണ്ടായിരുന്നു. ഈ വൈറ്റ് ഗോൾഡിൻ്റെ പരസ്യം പറയുന്നത്. എൻ്റെ പൊന്നോ, വൈറ്റ് ഗോൾഡിൻ്റെ അത് സ്വർണ്ണപ്പണയത്തിൻ്റെ പരിപാടിയാണെന്ന് തോന്നി. വൈറ്റ് ഗോൾഡ് എന്ന് പറയുന്നത് എനിക്കറിയില്ല കേട്ടോ. വൈറ്റ് ഗോൾഡിൻ്റെ ആ പണയം വയ്ക്കലിനെ കുറിച്ച് പറയുന്നൊരു കാര്യമാണ്. ഗോൾഡ് എന്ന് പറയുന്നത് കയ്യിൽ വെച്ച് അല്ലെങ്കിൽ അണിഞ്ഞു നടക്കേണ്ട മാത്രമല്ല, അതുകൊണ്ട് ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ആവശ്യം വരുമ്പോൾ എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഗോൾഡ്. സോ നിങ്ങൾ ആവശ്യം വരുമ്പോൾ സ്വർണ്ണം എടുത്ത് പണയം വെച്ചോണം എന്ന് പറയുന്ന പോലെ മലബാർ ഗോൾഡിൻ്റെ പരസ്യം കണ്ടിട്ടുണ്ട്. രാവിലെ വന്ന് ലാലേട്ടൻ പറയും മലബാർ ഗോൾഡ്, ബ്യൂട്ടി മീറ്റ്സ് ക്വാളിറ്റി, നിങ്ങൾ സ്വർണ്ണം മടിക്കാതെ വാങ്ങുന്നൊക്കെ പറഞ്ഞിട്ട്. വൈകുന്നേരം വന്നിട്ട് പറയും മണപ്പുറം ഫിനാൻസ്, സ്വർണ്ണപ്പണയത്തിന് അത്യുത്തമമായ മാർഗം എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാ. അപ്പോൾ രാവിലെ വന്ന് ഗോൾഡ് മേടിക്കാൻ പറയും, വൈകുന്നേരം വന്ന് പണയം വയ്ക്കാൻ പറയും എന്ന് പറഞ്ഞ പോലെയാണ് റനീഷ വന്നിട്ട് ഈ വൈറ്റ് ഗോൾഡിൻ്റെ പരസ്യം പറഞ്ഞത്. ഗോൾഡ് കൊണ്ട് പണയം വെച്ചോളൂ എന്നാണ് പറയുന്നത്. ഇനി പിന്നെ വന്നത് ഓണക്കളികളാണ്. ആദ്യത്തെ ഓണക്കളി എന്ന് പറയുന്നത് സുന്ദരിക്ക് പൊട്ടുതൊടൽ പേര് മാറി രഞ്ജിനിക്ക് പൊട്ടുതൊടൽ എന്ന പേരിലേക്ക് മാറി. അതായത് ഇന്ന് ഈ സുന്ദരിമാരെ കൊണ്ടുവരുമ്പോൾ സാധാരണ മനീഷ കൊയ്രാള അല്ലെങ്കിൽ ഐശ്വര്യ റായ് തുടങ്ങിയ ആൾക്കാരുടെ ഫോട്ടോസ് ആയിരിക്കും എടുത്ത് വെക്കുന്നത്. ഈ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ക്ലബ്ബുകളൊക്കെ നടത്തുന്ന ഓണാഘോഷ പരിപാടികളിൽ ഇത്തരം ആൾക്കാരുടെ ഫോട്ടോ ആയിരിക്കും കൊണ്ടുവയ്ക്കുന്നത് സുന്ദരിക്ക് പൊട്ടുതൊടാൻ വേണ്ടി. പക്ഷേ ഇവിടെ രഞ്ജിനിയുടെ ഫോട്ടോയാണ് കൊണ്ടുവച്ചത്. രഞ്ജിനി ഹരിദാസിൻ്റെ ഫോട്ടോ കൊണ്ടുവച്ചിട്ട് രഞ്ജിനിക്ക് പൊട്ടുതൊടൽ എന്ന കോമ്പറ്റീഷൻ ആയിരുന്നു, എന്ന മത്സരമാണ് ഇന്ന് അവിടെ നടത്തിയത്. അതിനകത്ത് ആദ്യം വന്നത് ശ്യാം ആയിരുന്നു. ശ്യാം കൊണ്ട് പൊട്ടുതൊടൽ എവിടെയാ? മൂക്കിൽ. അത് കഴിഞ്ഞിട്ട് ലൊലീറ്റ വന്നിട്ട് നെറ്റിയിൽ ഓൾമോസ്റ്റ് കറക്റ്റായിട്ടാണ് ലൊലീറ്റ പൊട്ടുതൊട്ടത്. അത് കഴിഞ്ഞ് ടാഷി കൊണ്ട് മുടിയിലാണ് വെച്ചത്. ഷിബിന മൂക്കിനും നെറ്റിക്കും ഇടയിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഷിജുലാൽ കണ്ണിൻ്റെ സൈഡിലാണ് വെച്ചത്. എൽദോ നെറ്റിയുടെ സൈഡിലാണ് വെച്ചത്. ഷിജിൻ വന്നിട്ട് മുടിയിൽ വെച്ചു. രാകേഷ് കവിളിൽ വെച്ചു. പൂജ വന്നിട്ട് മൂക്കിൽ വെച്ചു. ഷാമോൻ താടിയിൽ വെച്ചു. സോന വന്നിട്ട് പുരികത്തിന് മുകളിൽ വെച്ചു. അഫിയ വന്നിട്ട് തലയിൽ വെച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട്
ലോലിറ്റ തന്നെ വിന്നറായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ രഞ്ജിനി ഹരിദാസ് പറഞ്ഞു, നമുക്ക് ഈ വിന്നറെ കടത്തി വെട്ടാൻ വേണ്ടി ഒരാൾ വേണമല്ലോ, ഈ വിന്നറെ കടത്തി വിന്നറാവുന്ന ഒരാൾ, അതിനാരെ ചൂസ് ചെയ്യണമെന്ന് ചോദിച്ചപ്പം എല്ലാവരും കൊണ്ട് അഖിൽ മാരാർ. ശരി, അഖിൽ മാരാർ വന്നു. അഖിൽ മാരാർ വന്നിട്ട് അതൊരു ചിരിക്കണോ കോമാളിത്തരമാണോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക, എപ്പിസോഡ് കാണുമ്പോൾ മനസ്സിലാവും. അഖിൽ മാരാർ ഇങ്ങനെ നേരെ നടന്നു പോകുന്നു, എങ്ങോട്ടോ പോകുന്നു, എന്നിട്ട് തിരിച്ച് ബാക്കൊക്കെ തിരിഞ്ഞ് വന്നിട്ട് പൊട്ടുകുത്തുന്നു. പക്ഷേ ഒരു ബന്ധമില്ലാത്തൊരു സ്ഥലത്ത് തലയും കഴിഞ്ഞ് പോയി ആ പൊട്ടുകുത്തിയത്. അപ്പോൾ അങ്ങനെ വിന്നർ ലോലിറ്റയായിട്ട് മാറി. 3 ടീം വേണം ഇവർക്ക് അടുത്ത മത്സരത്തിന് വേണ്ടി. ആ മത്സരം എന്താണെന്ന് പറയാം. ആ 3 ടീമിൽ ഒരു ടീമിൻ്റെ ക്യാപ്റ്റൻ ലോലിറ്റയാണ് ഈ മത്സരം ജയിച്ചതുകൊണ്ട് ബാക്കി 2 ടീമിൻ്റെ ക്യാപ്റ്റന്മാരെ തിരഞ്ഞെടുക്കണം. അതിന് വേണ്ടി ചെയ്ത കാര്യം, ഇന്നലെ ഇൻഫിനിറ്റി പെൻഡൻറ്റ് കിട്ടിയ 2 പേർ, ഒന്ന് എൽദോയാണ്, ഒന്ന് ഷിജുലാലാണ്. ഈ 2 പേരെയും ബാക്കി 2 ടീമിൻ്റെ ക്യാപ്റ്റന്മാരായിട്ട് മാറ്റി. എന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരെ 3 ടീമിലുമായിട്ട് ഡിവൈഡ് ചെയ്തു. അത് ഈ ക്യാപ്റ്റന്മാർക്ക് തന്നെ അവരെ വിളിക്കാം. അങ്ങനെ 4 പേരുടെ ടീമാണ് വരുന്നത്, ഈ ക്യാപ്റ്റൻ ഉൾപ്പെടെ 4 പേര്. ലോലിറ്റ വിളിച്ച ആൾക്കാരെന്ന് പറയുന്നത് ടാഷി, പൂജ, ശ്യാം. ഷിജു വിളിച്ചത് രാകേഷ്, ഷാമോൻ, സോന. എൽദോ വിളിച്ചത് ഷിബിന, ഷിജിൻ, ആഫിയ. ഇങ്ങനെയാണ് ആ ടീം വന്നത്, 4 പേരടങ്ങുന്ന ടീം. എന്താണ് ടാസ്ക്? ടാസ്ക്കാണ് രസം, വള്ളംകളി ടാസ്ക്കാണ്. അതായത് ഒരു ബോട്ട് ഉണ്ടാവും ഇവർക്ക്, ഒരു സമയം ഒരു ഗ്രൂപ്പിനെ കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ബോട്ടുണ്ട്, 2 പങ്കായമുണ്ട്, കുറച്ച് പൈപ്പുകളും ഉണ്ട്. ഇതാണ് പ്രോപ്പർട്ടീസ്. പിന്നെ ഒരു കൂടയ്ക്കകത്ത് കുറച്ച് പൂക്കളും ഉണ്ട്. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡിൽ ഒരു പെഡസ്റ്റൽ വെച്ചിട്ടുണ്ട്. ഈ പൂക്കളുടെ കൂട ആ പെഡസ്റ്റലിൽ കൊണ്ട് വെക്കണം. എങ്ങനെ പോകണം? വള്ളത്തിനകത്ത് ഇരുന്ന് തുഴഞ്ഞു പോകണം. പക്ഷെ വെള്ളം ഇല്ലല്ലോ. വെള്ളത്തിന് പകരം ഈ കൊടുത്തേക്കുന്ന പൈപ്പുകളുണ്ടല്ലോ, ഈ പൈപ്പുകൾ നിരത്തി വെച്ചിട്ട് പൈപ്പിൻ്റെ മുകളിലാണ് ഈ വള്ളം വെക്കേണ്ടത്. ഈ വള്ളം വെച്ച് വള്ളത്തിൻ്റെ പുറത്ത് ഇരുന്നിട്ട് മുന്നോട്ട് പുഷ് ചെയ്യണം. മുന്നോട്ട് പുഷ് ചെയ്യുമ്പോൾ ബാക്കി ഇരിക്കുന്ന പൈപ്പ് എടുത്ത് ഫ്രണ്ടിൽ വെച്ച് കൊടുക്കണം. അങ്ങനെ മാറ്റി 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 പൈപ്പ് മാറ്റുന്നതനുസരിച്ച് ഈ വള്ളം പുഷ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ അവർ മുന്നോട്ട് മൂവ് ചെയ്ത് ഈ പൂക്കൂടെ എവിടെ കൊണ്ടുവയ്ക്കണം? പെഡസ്റ്റലിൽ കൊണ്ടുവയ്ക്കണം. ഇതാണ് ടാസ്ക്. അപ്പോൾ അതിൽ ആദ്യം വന്ന ടീം എന്ന് പറയുന്നത് എൽദോയുടെ ടീമായിരുന്നു. രണ്ടാമത് വന്ന ടീം ലോലിറ്റയുടെ ടീമായിരുന്നു. മൂന്നാമത്തെ ടീം ഷിജുലാലിൻ്റെ ടീം. പക്ഷേ ഫസ്റ്റ് കിട്ടിയത് ഷിജുലാലിൻ്റെ ടീമിനായിരുന്നു, സെക്കൻഡ് കിട്ടിയത് ലോലിറ്റയുടെ ടീമിനായിരുന്നു, തേർഡ് കിട്ടിയത് എൽദോയുടെ ടീമിനായിരുന്നു. അപ്പോൾ എൽദോയുടെ ടീമിന് ഏറ്റവും ലാസ്റ്റ് വന്നു പോയി. അതിനകത്ത് ഇവരുടെ സ്ട്രാറ്റജി വർക്കൗട്ട് ആവാത്തതിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. മറ്റു 2 പേർക്കും സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് അവർ 2 പേരും വിൻ ചെയ്തു. ഫസ്റ്റും സെക്കൻഡും വന്നു. ഓണമല്ലേ, അപ്പോൾ ജയിച്ച ടീമിന് പായസമാണ് ഗിഫ്റ്റായിട്ട് കിട്ടിയത്. അപ്പോൾ ഇവർക്ക് പായസം കൊണ്ടു കൊടുക്കുന്നു. പായസം കൊണ്ടു കൊടുക്കുമ്പോഴേക്കും 4 സ്പൂണാണ് ഉള്ളത്, ഈ 4 പേർക്ക് മാത്രം. അപ്പോൾ അവിടെ അപ്പുറത്തിരുന്നിട്ട് ടാഷിയാന്ന് തോന്നുന്നു പായസം ചോദിച്ചു. ഇല്ല, പായസം അവർക്ക് മാത്രമേ ഉള്ളൂ എന്ന് റെനീഷ പറയുന്നു. എന്നാൽ ഇവർക്കത് കൊടുത്തിട്ട് നേരെ വീണ്ടും പായസം എടുത്തുകൊണ്ട് വന്നിട്ട് എല്ലാവർക്കും സപ്ലൈ ചെയ്തു. ജഡ്ജസിനും ബാക്കി കണ്ടസ്റ്റൻസിനും എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബെസ്റ്റ് പെർഫോമറായിട്ട് ഷാമോനെ തിരഞ്ഞെടുത്തു. ആ ടീമിൽ ഏത് ടീമിലായിരുന്നു ഷാമോൻ വന്നത് ഷിജുവിൻ്റെ ടീമിലായിരുന്നു, ഷിജുലാലിൻ്റെ ജയിച്ച ടീമിലായിരുന്നു. അപ്പോൾ ഷാമോനെ തിരഞ്ഞെടുത്തു. കാരണം ഷാമോൻ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് ആ പങ്കായം വെച്ചിട്ട് തുഴഞ്ഞ് മുന്നോട്ട് പോയത്. അപ്പോൾ ഷാമോന് ഇൻഫിനിറ്റി പെൻഡൻറ്റ് കിട്ടി. ഓക്കെ, ഇൻഫിനിറ്റി പെൻഡൻറ്റ് കിട്ടി. അപ്പോൾ ബെസ്റ്റ് പെർഫോമർ വരുമ്പോൾ എന്തായാലും വേഴ്സ് പെർഫോമർ വരണമല്ലോ. അതിനു വേണ്ടി 4 പേരെ ചൂസ് ചെയ്തു. ബെസ്റ്റ് പെർഫോമർ ഒരാളേ ഉള്ളൂ, പക്ഷേ വേഴ്സ് പെർഫോമർ 4 പേര് ഉണ്ടായിരുന്നു. ആ 4 പേരും ഔട്ട് ഹൗസിലേക്ക് ഇട്ടു. 4 പേർ ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൽദോ, ലൊലിറ്റ, ഷിബ്ന, പൂജ. എൽദോയുടെ കാര്യം പറഞ്ഞെന്ന് എന്താണെന്ന് ചോദിച്ചാൽ, എൽദോ ഈ കളി തോറ്റു കഴിഞ്ഞാൽ ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഷിബ്ന എൽദോയുടെ പേര് പറഞ്ഞത്. ഓക്കെ, എൽദോയുടെ പേര് വന്നു. ലൊലിറ്റയുടെ കാര്യം വന്നത്, ലൊലിറ്റ കുറച്ച് എഫേർട്ട് കുറഞ്ഞ പോലെയൊക്കെ തോന്നിയെന്ന് പറഞ്ഞു. അങ്ങനെ ലൊലിറ്റയുടെ പേര് വന്നത്. എവിടെ ഒരു പോയിന്റിൽ ലൊലിറ്റയ്ക്ക് മിസ്റ്റേക്ക് വന്നപ്പോൾ ടാഷി അത് ചൂണ്ടിക്കാണിച്ചു. അത് പൂജ കേട്ടു. അതുകൊണ്ടാണ് പൂജ ലൊലിറ്റയുടെ പേര് മെൻഷൻ ചെയ്തത്. 2 ഷിബിനയുടെ കാര്യം പറഞ്ഞത്, ഷിബിന എഫേർട്ട് ഇട്ടില്ല എന്നാണ് പറയുന്നത്. ആ എഫേർട്ട് എൽദോ എടുത്തു, പക്ഷേ ഷിബിന അവിടെ എഫേർട്ട് ഇട്ടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഷിബിനയുടെ പേര് വന്നു. പിന്നെ പൂജയുടെ കാര്യത്തിലും ഇത് തന്നെയാണ്, എഫേർട്ട് കുറവായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ 4 പേര് ഔട്ട് ഹൗസിലേക്ക് പോയി. പക്ഷേ തിരുവോണമായതുകൊണ്ട് എന്തില്ല? നോ എവിക്ഷൻ. ഇന്നലെയും എവിക്ഷൻ ഇല്ല, ഇന്നും എവിക്ഷൻ ഇല്ല. സോ അവരിന്ന് രക്ഷപ്പെട്ടു. പിന്നെ ഷാമോൻ്റെ മൈ ടൈമാണ്. ഇൻഫിനിറ്റി പെൻഡൻറ്റ് കിട്ടിയത് കൊണ്ട് ഷാമോൻ്റെ മൈ ടൈം ഷാമോൻ പൊളിച്ചു കേട്ടോ. കാരണം എല്ലാത്തിനും വലിച്ചു കയറി. അതിനകത്ത് ഷാമോനും തിരിച്ചൊരു പണിയും കൂടെ കിട്ടി. ആദ്യം ഷാമോൻ ടാർഗറ്റ് ചെയ്തത് എൽദോനെയായിരുന്നു. ഇന്നലെ എൽദോ ഷാമോനെ ബിലോ ആവറേജ് പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഫിനാൻസ് വെച്ചിട്ടാണോ അതോ എഡ്യൂക്കേഷൻ വെച്ചിട്ടാണോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ അങ്ങനൊരു വേർഡ് എൽദോ യൂസ് ചെയ്തു. അപ്പോൾ അത് ഷാമോൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇന്നലെ ഷാമോൻ അത് വലിയ കാര്യമായിട്ട് എടുത്തില്ല, അതങ്ങ് അതിൻ്റെ വഴിക്കങ്ങ് വിട്ടു. പക്ഷേ ഇന്ന് അതിന് കുറിക്കൊള്ളുന്ന മറുപടി കൊടുത്തു. മറുപടി എന്ന് പറയുന്നത്, ഞാനിവിടെ വെറുതെ വന്നതല്ല, ഞാനൊരു സാധാരണക്കാരനാണ്, ഞാനൊരു ആംബുലൻസ് ഡ്രൈവറാണ്. പക്ഷേ എൻ്റെ വീട് പണി നടക്കുകയാണ്. ലക്ഷങ്ങൾ മുടക്കി ₹1 EMI കടോ ഇല്ലാതെ വീട് പണി നടക്കുകയാണ്. ആ വീട് പണി നിർത്തി വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. വീടിൻ്റെ മുന്നിൽ ഒരു ഓട്ടോ, ഒരു കാറ്, പിന്നെ സ്കൂട്ടി, അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ടെന്ന് പറയുന്നു. അതും EMI ഒന്നും അല്ലെന്ന് പറയുന്നു. ഒരു 4-4.5 ലക്ഷം രൂപയോളം വൈഫിൻ്റെ അക്കൗണ്ടിൽ ഇട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറയുന്നു. അവർക്ക് ജീവിക്കാൻ വേണ്ടി 120 ദിവസം ഇവിടെ നിന്നിട്ട് തിരിച്ചു പോകുന്ന വരെയുള്ള
ഫണ്ട് അവരുടെ അക്കൗണ്ടിൽ ഇട്ടിട്ടാണ് വന്നതെന്ന് കുറുക്കി കൊടുന്ന മറുപടി ആയിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ. കാരണം ഒരാളെയും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് ആ ഒരൊറ്റ സ്പീച്ചിൽ നിന്ന് മനസ്സിലാവും. ഒറ്റ നോട്ടത്തിൽ അല്ലെങ്കിൽ കുറച്ച് നാളത്തെ പരിചയം വെച്ചിട്ട് ഇവൻ വലിയ കാര്യമൊന്നുമില്ല, അവനൊരു ആവറേജ് പേഴ്സൺ അല്ലെങ്കിൽ ബിലോ ആവറേജ് പേഴ്സൺ എന്ന ലെവലിലൊന്നും ചിന്തിക്കാൻ പാടില്ല എന്ന് ഇന്നൊരൊറ്റ ദിവസം കൊണ്ട് എൽദോയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ എൽദോ അത് പുറത്ത് കാണിക്കുന്നില്ല. എൽദോ ഞാൻ ഇത്തിരി എല്ലാം അറിയുന്ന ഒരാളാണെന്ന ലെവലിലാണ് എൽദോ ഇരുന്നത്. എനിക്ക് എൽദോനെ ഇഷ്ടമാണ്, ഇഷ്ടമല്ലെന്ന് പറയാനില്ല. എൽദോ ഒരു നല്ല പേഴ്സണാണ്. പക്ഷേ ഇന്നലത്തെ ആ ഒരു വേർഡ്, ഒരു ബിലോ ആവറേജ് പേഴ്സൺ എന്ന് പറഞ്ഞ ഒരു വേർഡ് വേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ഓരോരുത്തരുടെ കാര്യങ്ങളും, അതായത് ഇവിടെ ഓരോ കണ്ടസ്റ്റൻസിനെയും ഞാൻ അരച്ച് കലക്കി കുടിച്ചിട്ടാണ് നിൽക്കുന്നത്, അതുപോലെ ജഡ്ജസിനെയും മനസ്സിലാക്കിയിട്ടാണ് നിൽക്കുന്നതൊക്കെ ഷാമോൻ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഓരോ വ്യക്തികളെക്കുറിച്ചും ഓരോ ആൾക്കാരെ കുറിച്ചും ചൂണ്ടി സംസാരിച്ചു. അതിനകത്ത് ചിലവർക്ക് നല്ല കോംപ്ലിമെൻറ്റ്സും ചിലർക്ക് ഈ പറയുന്ന പോലെ നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് എന്ന രീതിക്കാണ് ഷാമോൻ സംസാരിക്കുന്നത്. ഒരു കോൺഫിഡൻസ് ഒക്കെ അവിടെ ഷാമോൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഷാമോൻ്റെ സംസാരം നന്നായിട്ടുണ്ടായിരുന്നു എന്നാണ് ജഡ്ജസ് പറയുന്നത്. നല്ല രസമായിട്ട് സംസാരിച്ചു. പക്ഷേ അപ്പോൾ അവിടെ ഷാമുമായിട്ടൊരു വഴക്കുണ്ടായി. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, മാസ്ക് ഓഫ് ടാസ്ക് ഉണ്ടല്ലോ, ഒരു ടോപ്പിക്ക് കൊടുക്കും, ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് നേരം സംസാരിക്കണം. അപ്പോൾ അതിന് ഷാമിന് കിട്ടിയ ടോപ്പിക് എന്ന് പറയുന്നത് ബുള്ളിങ്ങിനെ കുറിച്ചായിരുന്നു. അപ്പോൾ ഷാം അത് സംസാരിച്ചു. കുട്ടിക്കാലത്ത് ഷാമിനുണ്ടായ ബുള്ളിങ്ങും ഷാമിനുണ്ടായ കളിയാക്കലും അതിൽ നിന്നുണ്ടായ ഹേർട്ടിങ്ങും ഒക്കെ ഷാം സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഷാമോൻ ഓടിപ്പോയിട്ട് ഷാമിനെ ഹഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഷാമിനെ ബ്ലെയിം ചെയ്തു. അതായത് നീ ഒരു കമ്മ്യൂണിറ്റി റെപ്രസെൻറ്റ് ചെയ്ത് വന്നതുകൊണ്ട് നീ എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച്, ആ ഒരു കമ്മ്യൂണിറ്റിയെക്കുറിച്ച് ഒന്നും സംസാരിക്കാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ അത് ഷാമോനൊരു അടി തിരിച്ച് കിട്ടി. ജഡ്ജസ് ഉൾപ്പെടെ ഷാമോനെ ചോദ്യം ചെയ്തു. അയാൾ എന്ത് സംസാരിക്കണം എന്ന് അയാൾ തീരുമാനമല്ലേ? അത് ശരിയല്ലേ? കാരണം ഇപ്പം ഞാനൊരു കമ്മ്യൂണിറ്റി റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എവിടെ എന്ത് സംസാരിക്കണം എൻ്റെ തീരുമാനമാണ്. ഇപ്പോൾ എനിക്ക് നേരെ അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റിക്ക് നേരെ ഒരു ആരോപണം ആരെങ്കിലും ഉന്നയിക്കുമ്പോൾ എനിക്കവിടെ ചോദ്യം ചെയ്യാം. നിങ്ങൾ എന്തെന്ന് ചോദിച്ചു എന്ന് പറയാം, അല്ലെങ്കിൽ പറഞ്ഞു എന്ന് പറയാം. ഇവിടെ ഈ കഴിഞ്ഞ ഇത്രയും ദിവസത്തിനിടയിൽ ഈ പറയുന്ന കമ്മ്യൂണിറ്റി, ഷാം ആ കമ്മ്യൂണിറ്റി റെപ്രസെൻറ്റ് ചെയ്ത് വന്നതാണ് എന്ന് ഷാം എവിടെയും പറയുന്നത് കേട്ടിട്ടില്ല. മാത്രമല്ല ഈ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് ആരും മോശമായിട്ടവിടെ സംസാരിച്ചിട്ടുമില്ല. പിന്നെ എവിടെയാണ് ഷാം അത് ശബ്ദം ഉയർത്തേണ്ടതെന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ഷാമോൻ എന്തുദ്ദേശിച്ചാണ് അത് പറഞ്ഞതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ആ പറഞ്ഞത് ഷാമോന് ഒരു തിരിച്ചടിയായി, ഒരു ഓവർ കോൺഫിഡൻസിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു കാര്യമാണെന്ന് തോന്നുന്നു. അതല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റി റെപ്രസെൻറ്റ് ചെയ്താണ് ഷാം വന്നതെന്ന് ഷാമോൻ തെറ്റിദ്ധരിച്ചു. ഷാം ഒരു LGBT കമ്മ്യൂണിറ്റി റെപ്രസെൻറ്റ് ചെയ്ത് വന്ന ഒരാളാണെന്നോ അല്ലെങ്കിൽ ഞാനൊരു ട്രാൻസ്മെൻ ആണെന്നോ അല്ലെങ്കിൽ ഒരു ഗേ ആണെന്നോ ഒന്നും ആര് പറയുന്നില്ല, ഷാം പറയുന്നില്ല. പിന്നെ എന്തിനാണ് ഷാമോൻ അങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ഉന്നയിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ നടന്നൊരു കാര്യം എന്ന് പറയുന്നത് വടംവലിയാണ്. ഓണമാകുമ്പോൾ വടംവലി വേണമല്ലോ. വടംവലിക്ക് വേണ്ടിയും ഇവർ 4 ടീം തിരിച്ചു. അതിൽ ജഡ്ജസും ആങ്കറുമായിരുന്നു ക്യാപ്റ്റന്മാർ, രഞ്ജിനിയും റിയാസും അഖിലും അതുപോലെ റനീഷയും. അതിൽ രഞ്ജിനിയുടെ ടീമിൽ വന്ന ആൾക്കാർ കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത് രാകേഷും താഷിയും അഫിയയുമാണ്. റിയാസിൻ്റെ ടീമിൽ ഷാമോനും ഷിജുലാലും സോനയുമാണ്. അഖിലിൻ്റെ ടീമിൽ ഷിബിനയും ഷ്യാമുമാണ്. റനീഷയുടെ ടീമിൽ എൽദോയും ലൊലിറ്റയും പൂജയുമാണ് വന്നത്. അതിനകത്ത് റിയാസും അഖിലുമാണ് ആദ്യം മത്സരിച്ചത്. റിയാസും അഖിലും മത്സരിച്ച് അഖിൽ വിൻ ചെയ്തു. റനീഷയും രഞ്ജിനിയും മത്സരിച്ചപ്പോൾ രഞ്ജിനി വിൻ ചെയ്തു. അങ്ങനെ 2 ടീം വിൻ ചെയ്തു. ഇവർക്ക് കിട്ടിയ പ്രൈസ് എന്ന് പറയുന്നത് ഒരു കൊലപ്പഴം എല്ലാവരും കൂടെ ഡിവൈഡ് ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിച്ചതെന്ന് പറയുന്നത് നാളത്തെ എപ്പിസോഡാണ്. നാളെ സംഭവിക്കുന്നുണ്ട്. നാളത്തെ എപ്പിസോഡിനകത്ത് സംഭവിക്കുന്നുണ്ട്. എന്തൊക്കെയോ പ്രശ്നങ്ങൾ, ജഡ്ജസ് ഒക്കെ ഇറങ്ങി പോകുന്നുണ്ട്. എന്തിനാണെന്ന് അറിയില്ല, മനസ്സിലാവുന്നില്ല. അത് ഫുള്ള് കാണിക്കില്ലല്ലോ, ഒരു പ്രമോ പോലെയല്ലേ കാണിക്കുള്ളൂ. അപ്പോൾ എന്താണ് സംഭവിച്ചെന്ന് മനസ്സിലാവുന്നില്ല. 3 ജഡ്ജസും രഞ്ജിനി ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ അഖിൽമാരാർ ഷൗട്ട് ചെയ്തിട്ട് എന്തോ കാര്യം പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. റിയാസ് ഒന്നും മിണ്ടാണ്ട് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ എന്തോ കാര്യമായിട്ടൊരു പ്രശ്നം കണ്ടസ്റ്റൻസിൻ്റെ ഭാഗത്ത് നാളെ ഉണ്ടാകുന്നുണ്ട്. ടാസ്കിനിടയിലാണ് കേട്ടോ. കറക്റ്റായിട്ട് കളിക്കാത്തതുകൊണ്ടാണോ, അത് 2-3 പ്രാവശ്യം അവരത് കൊണ്ട് അത് ചെയ്യിപ്പിച്ചു കറക്റ്റാക്കാൻ വേണ്ടി. പക്ഷെ അവരത് പ്രോപ്പറായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് തോന്നുന്നു ഇവർ എഴുന്നേറ്റ് പോകുന്നുണ്ട്. അത് കാണിച്ചിട്ടാണ് എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്, ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്. ഇന്നത്തെ എപ്പിസോഡ് ഓവറോൾ ഒരു ഓക്കെ കളിച്ചിരിച്ച് പോകുന്നൊരു എപ്പിസോഡ്. ഈ പറയുന്ന ഓണം ആയതുകൊണ്ട് ഓണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പാട്ടുകൾ, ടാസ്കുകൾ എല്ലാം ഓണവുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. വടംവലിയും സുന്ദരിക്ക് പൊട്ടുതൊടലും, രഞ്ജിനിക്ക് പൊട്ടുതൊടലും, പിന്നെ ഈ വള്ളംകളിയും ഒക്കെ ഓണവുമായിട്ട് ബന്ധപ്പെട്ട ടാസ്കുകൾ തന്നെയായിരുന്നു. അവരത് നന്നായിട്ട് ചെയ്യുകയും ചെയ്തു. ആരും മോശമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ പറയുന്ന ലൊലീറ്റേനെയും ബാക്കിയുള്ള ആൾക്കാരെയും ഔട്ട് ഹൗസിലേക്ക് വിട്ടെങ്കിലും അവർ മോശമായിട്ട് കംപ്ലീറ്റ്ലി മോശം എന്ന് പറയാൻ പറ്റില്ല. കുഞ്ഞു മൈന്യൂട്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ് അവർക്കുണ്ടായിട്ടുള്ളത്. സാധാരണ ടാസ്കുകൾ കാണുമ്പോൾ നമുക്ക് വലിയ പ്രശ്നങ്ങളിലൂടെയാണ് അവർ പോയിട്ടുള്ളത്. എന്നാൽ ഇത് ചെറിയ മിസ്റ്റേക്ക് വന്നതിൻ്റെ പേരിലാണ് അവർ ഈ പറയുന്ന ഔട്ട് ഹൗസിലേക്ക് പോയത്. പക്ഷേ തിരുവോണമായതുകൊണ്ട് ഇവർക്ക് എന്തില്ല, എവിക്ഷൻ ഇല്ല. സോ അങ്ങനെ അവർ സേവായി രക്ഷപ്പെട്ടു. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. ടോട്ടാലിറ്റി നോക്കുകയാണെങ്കിൽ ഇന്ന് പ്രത്യേകിച്ച് ദേഷ്യമോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവസാനം വന്നപ്പോഴാണ്, നാളത്തെ എപ്പിസോഡ് കാണിച്ചപ്പോഴാണ് ഈ പറയുന്ന ദേഷ്യം, 3 ജഡ്ജസിനും ഭയങ്കരമായിട്ട് ദേഷ്യം ഉണ്ടായതും അവർ ഇറങ്ങിപ്പോയതും. അപ്പോൾ അതെന്താണെന്നുള്ളത് നാളെ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. സോ
നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും മനസ്സിലാവാകുകയുണ്ടോ? ഞാൻ പല ആൾക്കാരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് എല്ലാവരും ചെയ്യുന്ന പോലെ വീഡിയോ വയ്ക്കാത്തത്? പേടിച്ചിട്ടാണ്, ഏഷ്യാനെറ്റിനെ പേടിച്ചിട്ടാണ്. കാര്യം അവരുടെ വിഷ്വൽസ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കോപ്പിറൈറ്റ് തരും, അത് ചാനലിനെ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് വീഡിയോ വെക്കാതെ ഞാൻ ഫോട്ടോസ് മാത്രം വെച്ചിട്ട് കാര്യം കൺവേ ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. മനസ്സിലാവാത്ത ഭാഗം ചോദിക്കുക. സോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ബിഗ് ബോസ് സീസൺ 8 സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ഒരു നല്ലൊരു ടീം ഈ പറയുന്ന വ്യൂവേഴ്സായിട്ട് ഉണ്ടാവണം. അതിനുവേണ്ടി നിങ്ങൾ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്തൊരു 30-ാം തീയതി, ഒരു 3-ാം തീയതി വരെയൊക്കെ ഞാൻ കുറച്ച് തിരക്കിലായിരിക്കും. വേറൊന്നുമല്ല, ഒരു ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ വരികയാണ്. സോ അത് നിങ്ങളോട് പറയുന്നെന്ന് മാത്രം. അപ്പോൾ ഇടയ്ക്ക് ചിലപ്പോൾ വീഡിയോസിൻ്റെ എണ്ണം കുറയാം. ചിലപ്പോൾ ഈ പറയുന്ന അഗ്നിപരീക്ഷയുടെ വിശേഷങ്ങളുമായിട്ട് പോലും ചില സമയം വരാൻ കഴിഞ്ഞൊന്നും വരില്ല. കാര്യം കുറച്ച് തിരക്കിലായതുകൊണ്ടാണ്. അപ്പോൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കണു. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങളുടെ കമൻസ് ആണ് എനിക്ക് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാവുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ചാനലിനെയും ഈ ഒരു എൻ്റെ സംസാരത്തെയും ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ എനിക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ വന്നാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. സോ കമൻറ്റുകൾ ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.